മാള യഹൂദ ദേവാലയ കെട്ടിടം അപകടാവസ്ഥയിൽ. ദിനംതോറും നിരവധി പേർ സന്ദർശനം നടത്തുന്ന ദേവാലയമാണ് മേൽക്കുര വളഞ്ഞ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂത ദേവാലയമാണ് ഇത്. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിക്കണമെന്നാണ് പ്രധാന ആവശ്യം. കൊച്ചി രാജാവ് ദാനം നൽകിയ മരം ഉപയോഗിച്ച് ജോസഫ് റബ്ബാൻ എന്നയാളാണ് 11ാം നൂറ്റാണ്ടിൽ ഈ സിനഗോഗ് നിർമ്മിച്ചതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇത് ഈ നൂറ്റാണ്ടിൽ തന്നെ നശിക്കുകയും 1400-ൽ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുകയും പിന്നീട് 1792-ൽ പുതുക്കി പണിയുകയുമായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഏതാനും വർഷം മുമ്പ് 1 കോടി രൂപയോളം ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയതാണ് ഈ സിനഗോഗ് കെട്ടിടം. അരനൂറ്റാണ്ടിലധികമായി മേൽക്കൂര കേടുകൂടാതെ സ്ഥിതി ചെയ്തിരുന്നതാണ്. മേൽക്കൂര അറ്റകുറ്റപ്പണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ നാശം സംഭവിക്കുന്നതായി കാണുന്നത്. അടിയന്തരമായി ഈ കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഇവിടെ മുമ്പ് നടത്തിയതിലുള്ള അപാകത അന്വേഷിക്കണമെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെ പേരിലും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. പൊതുപ്രവർത്തകൻ, ടൂറിസം വകുപ്പ് മന്ത്രി, മാള ഗ്രാമപഞ്ചായത്ത്, തൃശൂർ ജില്ലാ കളക്ടർ, ദുരന്ത നിവാരണ ചെയർമാൻ, കൊടുങ്ങല്ലൂർ MLA എന്നിവർക്ക് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് പരാതിയും നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് യഹൂദ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിച്ച് അപകടാവസ്ഥയുണ്ടെങ്കിൽ സന്ദർശകരെ പ്രവേശിപ്പിക്കരുതെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. മീഡിയ ടൈം, മാള.